എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന മനോഹരമായൊരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് വീട് നിൽക്കുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി നമുക്ക് കാണാം 4 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ടുവിരിച്ച റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ചുറ്റുമതിൽ CNC ഡിസൈനും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള ചുറ്റുമതിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 16 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് കവേടോടുകൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയയിലേക്കാണ്. 2 വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു പ്രൊവിഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള ചെടികളെല്ലാം നട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തും ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. വടക്ക് ഭാഗത്തേക്കാണ് ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ചെറിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിട്ടുള്ളത് തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ലിവിംഗ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്താണ് ലിവിംഗ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഇവിടെയെല്ലാം നല്ലൊരു പാർട്ടീഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വലിയൊരു ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ ഒരു ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഹോളിൻ്റെ നേരെ കാണുന്ന ഭാഗത്തായി നല്ലൊരു UPVC ടഫൻ ഗ്ലാസ്സോടുകൂടി വരുന്നൊരു ഡോറെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇനി കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്ന ഒരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാം. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് അടപ്പ് കത്തിക്കുന്ന രീതിയിലാണ് കിച്ചൻ്റെ ഡയറക്ഷൻ വരുന്നത്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണം. കിച്ചൺ കൂടാതെ നമുക്ക് പുറത്തായി നല്ലൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. അത് ടൈലെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റോളം വരുന്ന അത്യാവശ്യം വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയോടുകൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഈ ഭാഗത്താണ് ബാത്റൂം വരിക. സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബാത്റൂമുകളുടെ നിർമ്മാണം. ഇനി നമുക്ക് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിന് താഴെയായി വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള വാഷ് കൗണ്ടർ തന്നെയാണ്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന വുഡൻ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി വുഡ് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഈ സ്റ്റെപ്പിൻ്റെ വലിയൊരു ലാൻഡിങ് ഈ ഭാഗത്തായി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഷാൻലിയർ ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും ചെറിയൊരു TV റൂമുമാണ് നമുക്കിവിടെ ലഭ്യമാവുക. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലെ നിലയിലെ ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായാണ് ആ ഒരു TV റൂം ഒന്ന് ഉപയോഗിക്കാവുന്ന ഒരു സ്പേസ് ലഭിക്കുന്നത്. ഒരു ഓഫീസ് റൂമായോ TV റൂമായിട്ടോ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നിന്നും നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന ഡോറ് ഈ ഭാഗത്തായാണ് വരുന്നത്. അത്യാവശ്യം നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന നല്ല ഭംഗിയുള്ളൊരു പ്രദേശത്താണ് ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട് മാത്രമേ ഇവിടെ ഇനി വിൽപ്പനയ്ക്കായി ഉള്ളൂ.
മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ പാറ്റേണിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. കബോർഡ് വർക്കും ഇവിടെയും നമുക്ക് ലഭ്യമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. അത് ഈ ഒരു ഭാഗത്തായാണ് ലഭ്യമാവുക. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് ഈ കാണുന്ന ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാടിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 3.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 75 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.